ബി.ജെ.പിയുടെ കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് അനുമതി നൽകി ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി. 90 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം. കൂടുതൽ വിശദാംശങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, കെ സുരേന്ദ്രൻ പ്രതിയായ കേസ് ബി.ജെ.പിക്ക് വലിയ രീതിയിൽ ദേശീയ തലത്തിൽ തന്നെ തലവേദന സൃഷ്ടിക്കുന്ന കേസ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ തുടരന്വേഷണത്തിന് അനുമതിയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിർദ്ദേശങ്ങൾ? വിനിഷ, ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ബി.ജെ.പിയെ പ്രതിക്കൂട്ടിലാക്കിയ കേസാണ് കൊടകര കുഴൽപ്പണ കേസ്. തെരഞ്ഞെടുപ്പ് സമയത്ത് കോടികളുടെ പണമാണ്, കുഴൽപ്പണമാണ് തൃശ്ശൂരിലും അതുപോലെ വിവിധ കേന്ദ്രങ്ങളിലും ഒഴുകിയത്. അതിൽ 9 കോടി രൂപ തൃശ്ശൂർ പാർട്ടി ആസ്ഥാനത്ത് കൊണ്ടുവരികയും അത് വിവിധ നേതാക്കൾ, കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള വിവിധ നേതാക്കൾ കൊണ്ടുപോയിട്ടുണ്ടെന്നും അതിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നും തിരൂർ സ്വദേശി സതീഷ്, ബി.ജെ.പി ഓഫീസ് സെക്രട്ടറിയായ സതീഷാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിൽ കൂടുതൽ കാര്യങ്ങൾ സതീഷ് പറഞ്ഞിട്ടില്ലായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം വരുമ്പോൾ പറയുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് സർക്കാർ ഈ വിഷയത്തിൽ തുടരന്വേഷണം നടത്താനായി തീരുമാനിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തുടരന്വേഷണത്തിന് വേണ്ടി പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. എറണാകുളം ACP ആയിട്ടുള്ള സുദർശനും അതുപോലെ തന്നെ നേരത്തെ ഈ കേസിൻ്റെ അന്വേഷണ ചുമതലയും തലവനുമായിരുന്ന രാജുവും അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ DYSP രാജുവും അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഈ 8-അംഗ അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത്. പക്ഷേ ഈ അന്വേഷണ സംഘത്തിന് അന്വേഷണം ആരംഭിക്കണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം. കാരണം കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ തുടരന്വേഷണം വേണമെങ്കിൽ കോടതിയെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നിയമോപദേശം AGയുടെ നിയമോപദേശം ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരിങ്ങാലക്കുട കോടതിയിൽ അപേക്ഷ പബ്ലിക് പ്രോസിക്യൂട്ടർ വഴി സമർപ്പിക്കുകയും ഇന്ന് കോടതി അത് അപേക്ഷ പരിഗണിച്ചുകൊണ്ട് തുടരന്വേഷണത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. ഒരു കാര്യം വളരെ വ്യക്തമായി കോടതി ജഡ്ജി വിനോദ് കുമാർ പറഞ്ഞത്, തുടരന്വേഷണം ആയിക്കോളൂ, പക്ഷേ 90 ദിവസത്തിനകം തന്നെ ഇതിലെന്താണ് നിങ്ങൾ വെളിപ്പെടുത്തേണ്ട അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണമെന്നും ആ അന്വേഷണത്തിൻ്റെ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടായി 90 ദിവസത്തിനകം കോടതിയിൽ തന്നെ സമർപ്പിക്കണം എന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് ഈ അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം തലവനായിട്ടുള്ള സുദർശനും അതുപോലെ തന്നെ രാജുവും ഈ വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീഷിനെ ഫോണിൽ ബന്ധപ്പെടുകയും നാളെ രാവിലെ 11 മണിക്ക് തൃശ്ശൂർ പോലീസ് ക്ലബ്ബിൽ ഹാജരായി മൊഴി നൽകാനും തൻ്റെ പക്കലുള്ള തെളിവുകളെല്ലാം കൊണ്ടുവരാനുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. തൃശ്ശൂർ അല്പം മുമ്പ് സതീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. താൻ നേരത്തെ എന്തൊക്കെ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നോ അതെല്ലാം ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ വെളിപ്പെടുത്തും. അതിന് യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവുകയില്ല. തൻ്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകുമെന്നും തിരൂർ സതീഷ് വ്യക്തമാക്കിയിട്ടുണ്ട്.